ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് കയറ്റത്തോടു കൂടി ഒരു ട്രാഫിക്കിൽ എങ്ങനെയാണ് ഒരു വണ്ടി ഓടിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ നിലവിൽ ഇവിടെ ജസ്റ്റ് വാഹനം ഒരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത്, അതായത് കയറ്റത്തോടു കൂടി ഒരു ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാം. കാരണം നമുക്കൊരു ട്രാഫിക്കിൽ നിർത്തിയിട്ടതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു മെത്തേഡ് കാണിച്ചു തന്നതിന് ശേഷം നമ്മൾ ചെറിയൊരു ട്രാഫിക്കിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ആ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും വീഡിയോ ശ്രദ്ധയോടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നു. ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ട്രാഫിക്കിൽ കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം. ഒരു കാരണവശാൽ സെക്കൻഡ് ഗിയർ കൊടുക്കരുത്. കാരണം നമുക്ക് വാഹനം പതുക്കെ നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷനാണ്, കയറ്റമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ബൈക്കിലേക്ക് റോൾ ബാക്ക് ആകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനത്തെ മുന്നോട്ടെടുക്കുന്ന സമയത്ത് കയറ്റമായതുകൊണ്ട് തന്നെ വാഹനം ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ടോർക്ക് കൂടിയ അല്ലെങ്കിൽ പവർ കൂടിയ ഫസ്റ്റ് ഗിയർ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ കയറ്റത്തോടു കൂടി ഒരു ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറയാം, മുന്നിലൊരു വണ്ടിയുണ്ട്, പുറകിലൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് കുറച്ചുപോലും, ഒരു ഇഞ്ച് പോലും പോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്കിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. പതുക്കെ കാലയച്ച് വരുന്ന സമയത്ത് വാഹനം ഏകദേശം മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ആ ഒരു സമയത്ത് വണ്ടിക്കകത്തുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ ഉണ്ട്. അതായത് വാഹനം മുന്നോട്ട് പോകുന്ന ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ ചെയ്യേണ്ടത്, ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയക്കുക. കാലയച്ചിട്ട് നമ്മൾ പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നില്ലെന്ന്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിൽ വെക്കുക. പെഡലിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. ലൈറ്റായിട്ടേ കൊടുക്കാവുള്ളൂ. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്ററിൻ്റെ അളവ് കൂടരുത്. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയ്ക്കുക. പതുക്കെ കാലയ്ക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ആകും. കണ്ടില്ലേ? നിങ്ങൾ നോക്കി, ചെറുതായിട്ടൊന്ന് മൂവായി. വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക. വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും. ആ ഒരു വൈബ്രേഷൻ ഫസ്റ്റ് ഗിയറിൽ അറിയാം. നിങ്ങൾ നോക്കി, എൻ്റെ കൈയുടെ ഈ ഒരു ഭാഗത്തൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി താക്കുകയാണ്, വൈബ്രേഷൻ കുറഞ്ഞു. ഇപ്പോൾ ഹാഫ് ക്ലച്ചിലേക്ക് വരുന്നു, വൈബ്രേഷൻ ലെവൽ കൂടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് അയക്കുക. അപ്പോൾ നമുക്ക് വണ്ടി പതുക്കെ പതുക്കെ മൂവ് ആക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് പതുക്കെ പോകണം. പതുക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് പതുക്കെ താങ്ങി കൊടുക്കുക. താങ്ങി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. അതായത് ഒരു ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്ത്, ഹാഫ് ക്ലച്ച് വന്നിട്ട് പതുക്കെ കാല് ചെറുതായിട്ട് അയക്കുക, ഒപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്താൽ ഇങ്ങനെ പതുക്കെ ഹാഫ് ക്ലച്ചിലും ചെറിയ ആക്സിലറേറ്ററുമായിട്ട് നമുക്ക് വാഹനത്തെ പതിയെ മൂവ് ആക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നമ്മളൊരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ ഓടിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി മെല്ലെ ട്രാഫിക്കിലേക്കൊന്ന് പോകാം. ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമുക്ക് ചെറിയൊരു ട്രാഫിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. റൈറ്റ് സൈഡിലേക്ക് തിരിയുകയാണ്. സെക്കൻഡ് ഗിയറിലാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നെല്ലാം വണ്ടി വരുന്നുണ്ട്. നോക്കിയാണ് എടുക്കുന്നത്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ തേർഡ് കൊടുത്തു. വണ്ടി സ്ലോ ചെയ്തു. മുന്നിലൊരു വണ്ടിയുണ്ട്. വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു, ഗിയർ ഡൗൺ ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ സ്മൂത്തായിട്ട് വാഹനം പോവുകയാണ്. കാരണം ഇപ്പോൾ വണ്ടി ഒരു സൈഡിലും നിർത്തേണ്ട സിറ്റുവേഷൻ വന്നില്ല. അതായത് ഇവിടെ മുന്നിലായിട്ട് ഒരു ബസ്സുണ്ട്, നമുക്ക് ഈ വണ്ടിയുടെ പുറകിൽ നിർത്താം. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഞാൻ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചിട്ട് വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. ഹാഫ് ക്ലച്ചിൽ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചായിരിക്കണം നമ്മൾ കയറ്റത്ത് വണ്ടി എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു വണ്ടിയുണ്ട്, ചെറിയൊരു സ്ലോപ്പാണ്. ഓക്കെ, വീണ്ടും വണ്ടി നിർത്തി. ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നു. നിങ്ങൾ നോക്കിയ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരികയാണ്. ഇപ്പോൾ ഇവിടെ ഇറക്കത്തോടു കൂടി ഒരു ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. ഓക്കെ, നിങ്ങളിതേ നോക്കുക, ഇവിടെ ഇപ്പോൾ ആവറേജ് ഒരു ട്രാഫിക്ക് വന്നു.
ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചെറിയ കയറ്റമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററും കൊടുത്ത് ഇതേ പോന്നു. വീണ്ടും വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു. വീണ്ടും ഹാഫ് ക്ലച്ച് വന്നിട്ട് ഇതേ കയറ്റത്ത് ഹാഫ് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മെല്ലെ മൂവ് ആക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ട്രാഫിക്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഞാനിതേ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്ത് വാഹനം ഇതേ മുന്നോട്ട് വന്നു. വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തേക്കാണ്, കാരണം ഇവിടെ ഓൾറെഡി ട്രാഫിക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ ഇറക്കത്തോട് കൂടിയ ഒരു ട്രാഫിക്കാണ്. ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടുക, അതിനോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് ബ്രേക്ക് ചവിട്ടുക. ഓക്കെ, കണ്ടില്ല? ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമുക്ക് ഈ ട്രാഫിക്ക് തിരിയാം. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. ഞാൻ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഓക്കെ, വാഹനം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഒരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഒപ്പം നിങ്ങൾ ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് ചെറുതായിട്ട് അയക്കുമ്പോൾ വണ്ടി മൂവ് ആകും, ഒപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തെ മൂവ് ആക്കുക. പിന്നെ മുന്നിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് നിർത്തിയാൽ, കുറച്ച് മുന്നേ കണ്ടതുപോലെ തന്നെ മുന്നിൽ പോകുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയിട്ട് ഇതുപോലെ വാഹനം നിർത്തുക. വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാഫ് ക്ലച്ച് വരിക, അതിനുശേഷം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത വണ്ടി നിങ്ങളിതേ പതുക്കെ ഇത്തരത്തിൽ മൂവ് ആക്കുക. വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും വളരെ വേഗത്തിൽ വാഹനത്തെ നിർത്തുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ തന്നെ ഒരു ട്രാഫിക്കിൽ പോയി വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഇതിന് ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറിയ കയറ്റത്തോട് കൂടിയ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുക, ഒത്തിരി തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ വാഹനം നിർത്തിയെടുത്ത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കോൺഫിഡൻറ്റ് കിട്ടും വാഹനം ഓടിക്കാനായിട്ട്. കോൺഫിഡൻ്റ് ആയി പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാഹനം ഒരു തിരക്കുള്ള റോഡിൽ ഓടിക്കാമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഞാൻ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളെ കാണിച്ചായിരുന്നു. അതായത് ഇറക്കത്തോടു കൂടി ഒരു ട്രാഫിക്കിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടേൺ എടുക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തെ വളരെ മെല്ലെ മൂവ് ആക്കാനായിട്ട് സാധിക്കും. അതായത് ക്ലച്ച് ചവിട്ടി കൊടുക്കുക, ഒപ്പം നിങ്ങൾ ബ്രേക്കും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ വാഹനത്തിന് എഞ്ചിൻ ഓഫ് ആകാതെ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ വേഗത നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. പിന്നെ വാഹനം മുന്നോട്ട് മൂവ് ആകണമെന്നുണ്ടെങ്കിൽ ഏത് ഗിയറിലാണോ നിങ്ങൾ പോകുന്നത്, ഉദാഹരണം പറയാം തേർഡിലാണെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് എന്ന് അയച്ചാൽ മതി, വാഹനം മെല്ലെ മുന്നോട്ട് മൂവ് ആയിക്കോളും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കയറ്റത്തൊരു വാഹനം ഹാഫ് ക്ലച്ചിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.